ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ നോട്ടിഫിക്കേഷനെ കുറിച്ചും നിങ്ങളുടെ ഡൗട്ടിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് നാളായി നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ പ്രഷ്യസ് ആണെന്ന് പറയാം. കാരണം അതാണ് എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രി കിട്ടിയത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ആ ഓൺലൈൻ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഒത്തിരി സന്തോഷമുള്ളത് തന്നെയാണ്. ഒരുപാട് പേര് കഴിഞ്ഞ തവണ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് നയനലക്ഷ്മി, തൊഫൈൽ, അമ്മയ്യ, അങ്ങനെ കുറേ പേര് ഇന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ കഴിയുന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ട്, ഞാൻ ഫുഡ് സേഫ്റ്റിയുടെ റിസൾട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ, എക്സാം എഴുതുന്നവർ, കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി ലിങ്ക് വഴി ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സ്, അതൊക്കെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസമില്ല. ഒത്തിരി ഇൻഫോർമേഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അവൈലബിൾ ആണ്. പല നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു പോസ്റ്റാണ്. ഒരുപാട് പേർക്ക് നിയമനം ലഭിക്കുന്ന, എല്ലാ സ്റ്റേറ്റിലും നടക്കുന്ന ഒരു എക്സാമാണ് കേട്ടോ. അപ്പം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എവിടെയെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് വേണം പ്രിപ്പയർ ചെയ്യാൻ. കാരണം 7 മൊഡ്യൂളാണ് ഇതിലുള്ളത്. 7 മൊഡ്യൂൾ എന്ന് പറയുന്നത് 7 സബ്ജക്റ്റാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചവർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു എക്സാം അല്ല ഇത്. അപ്പോൾ വളരെ നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ കെമിസ്ട്രി ടിപ്സും ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നല്ല എനർജിയോട് കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ളായി കണ്ടോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ PSCക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു കോച്ചിങ് നമ്മളിങ്ങനെ തപ്പി നടന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഓൺലൈനായിട്ട് ഇങ്ങനെ കോച്ചിങ് ക്ലാസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയണത്. അപ്പം നമ്മൾ പൈസയൊക്കെ കൊടുത്ത് കയറുകയാണ്. അപ്പോൾ എത്രത്തോളം നല്ലതാണെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ ഒന്നുമേ അല്ല എന്ന് മനസ്സിലായി. ഒരിക്കലും ഒരു മണി ഓറിയൻറ്റഡ് ക്ലാസ്സേ അല്ല. അപ്പം നമ്മൾ കൊടുക്കുന്നതിൻ്റെ അതിന് അപ്പുറം നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാലേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു കോച്ചിങ് എന്ന് പറയുമ്പം നമ്മളെന്ത് എക്സ്പെക്റ്റ് ചെയ്യുക, തന്നിരിക്കുന്ന സിലബസ് ടൈം ഓറിയൻറ്റഡ് ആയിട്ട് എടുത്ത് തീർക്കണം, നമുക്ക് മാക്സിമം എക്സാംസ് ഒക്കെ നടത്തണം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ കൂടെ ലഭിച്ചിരുന്നു. വീക്ക്ലി എല്ലാ സൺഡേസിലും നമുക്ക് റിവിഷൻ എക്സാംസ് ഉണ്ടാകും. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാകും. ദെൻ എക്സാമിന് മുമ്പായിട്ട് മോക്ക് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. ഇതിലൊക്കെ ഉപരി നമുക്കറിയാം, നമ്മൾ കുറേ ഇങ്ങനെ ജോലി തപ്പി നടക്കണതാണ്. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, സങ്കടങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു മടി വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മളൊന്ന് ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ, നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ വിജയത്തിൻ്റെ പിന്നിലെ ഒരു
രഹസ്യം തന്നെയാണ്. അപ്പം മാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ മടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നും. അപ്പം അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് കൂടിയുണ്ട്. പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സേ അല്ല, വളരെ നല്ല ക്ലാസ്സസാണ്. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഈ അവസരത്തിൽ താങ്ക്സ് പറയുകയാണ് മാമിന്. നമ്മുടെ ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 1/3/2024 ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, മറക്കരുത്. അവസാനത്തേക്ക് കൊണ്ടുവച്ചിട്ട് മറക്കുന്ന പലരെയും എനിക്കറിയാം. അതുകൊണ്ട് April 3 ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അതുവരെ എത്തിക്കാതിരിക്കാൻ നോക്കുക, എത്രയും നേരത്തെ ചെയ്യാം. കാറ്റഗറി നമ്പർ 006/2024 ആണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല സ്റ്റേറ്റിലും നടക്കുന്ന എക്സാമാണിത്. സ്കെയിൽ ഓഫ് പേ വളരെ ഭംഗിയായി ഓർത്ത് വെച്ചോളൂ. ഇത് നമുക്ക് ആവശ്യം വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സാലറി ഇനി മുതൽ നാം മേടിക്കാനുള്ളതാണ്. 39,300 മുതൽ 83,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എങ്കിലും എനിക്ക് കിട്ടിയ വിവരം ഞാൻ ഈ വീഡിയോയിലെ നെക്സ്റ്റ് സ്ലൈഡിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വേക്കൻസി എത്രയാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം ഏജാണ്. 40 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സാധാരണ 18-36 ആണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. ഇനി OBC അല്ലെങ്കിൽ SC/ST, ഇപ്പോൾ മുസ്ലിം ആണെങ്കിൽ OBCയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണെങ്കിലും OBC വിഭാഗത്തിലുള്ളവർ, SC/STക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ 39 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോഴാണ് 39-40 റേഞ്ചിലോട്ട് കിടക്കുകയുള്ളൂ. സാധാരണ രീതിയിൽ 18-36 ഏജ് ലിമിറ്റ്. ഇനി ക്വാളിഫിക്കേഷൻ, ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. കാരണം ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാവുന്ന എഴുതാവുന്ന ഒരു എക്സാമാണ്. ആക്ച്വലി ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്കല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലല്ല. ഫുഡ് ടെക്നോളജി ഡിഗ്രി ഉള്ളവർക്ക് കൂടാതെ ഡയറി ടെക്നോളജി, ബയോ ടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചറൽ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ഇത്രയും കാര്യങ്ങളിൽ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു മൈക്രോബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി ഒക്കെ ഡിഗ്രി ഉണ്ടായാൽ മതി. BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ. എന്നാൽ കെമിസ്ട്രിക്കാർക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, കെമിസ്ട്രി MSc കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട് ഡിഗ്രി ഇൻ മെഡിസിൻ എന്ന് പറയുന്നത്, അതായത് MBBS, BDS, ആയുർവേദ ഡോക്ടർ ഉണ്ടല്ലോ, BAMS, BHMS, അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. BDS ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് നേരിട്ട് അറിയാം, നമ്മുടെ സ്റ്റുഡൻസിലധികവും ഈ മെഡിസിനൽ ഫീൽഡിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പം അവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബാണ് ഡിഗ്രി ഇൻ മെഡിസിൻ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കൊടുക്കാവുന്നതാണ്. ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ MSc കെമിസ്ട്രി തന്നെ ആണെന്നില്ല. MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc പോളിമർ കെമിസ്ട്രി, MSc ഹൈഡ്രോ കെമിസ്ട്രി, MSc അപ്ലൈഡ് കെമിസ്ട്രി, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരാവാം. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാം. പിന്നീട് നിങ്ങൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങി വെക്കണം കേട്ടോ. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ഇക്വലൻസി കൊടുത്താൽ മതി. പക്ഷേ പിന്നീട് സർട്ടിഫിക്കറ്റ് ഇക്വലൻ്റ് ആണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ MSc കെമിസ്ട്രിക്ക് ഇക്വലൻ്റ് ആണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം. അത് പഠിച്ച യൂണിവേഴ്സിറ്റിക്കാരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ്. നിങ്ങൾ വിട്ടുപോകരുത്. ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട എന്താണ്, ഡേറ്റ് മറന്നു പോകരുത്. April 3 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എപ്പോഴും ഉള്ളതാണ്, മിസ്സേ ഞാൻ അവിടെ ചേരുകയാണ് പഠിക്കുകയാണെന്നൊക്കെ പറയും, അവസാനം പറയും അപ്ലൈ ചെയ്യാൻ മറന്നു എന്ന്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ. നിങ്ങളുടെ നല്ലൊരു ചാൻസ് നഷ്ടപ്പെടുത്തരുത്. നല്ലോണം ആഗ്രഹിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചാണ്. തീർച്ചയായും ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓൺലൈൻ ക്ലാസ്, കാറ്റഗറി നമ്പർ അറിയാലോ, അവർ ഹൈലൈറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫീസ് വരുന്നത് 6,000 ആണ് കേട്ടോ. 6,000 എന്ന് പറയുമ്പോൾ എക്സാം കഴിയുന്നത് വരെ ഈ ഒരു പേയ്മെൻറ്റേ ഉള്ളൂ. പിന്നീട് നിങ്ങളിൽ നിന്നൊരു ക്യാഷ് വാങ്ങിക്കില്ല. April 2 നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ഈ എക്സാം നടക്കുന്നത് അടുത്ത വർഷമായിരിക്കും. 2025 എക്സാം നടക്കുകയുള്ളൂ. 24 എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ 25 നടക്കുമ്പോൾ അതുവരേക്കും ഈ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 6,000 രൂപ അടയ്ക്കുക. പിന്നെ നമ്മുടെ ഹൈലൈറ്റ്സിനെ കുറിച്ച് അറിയാം എല്ലാവർക്കും എന്ന് കരുതുന്നു. പുതിയ സ്റ്റുഡൻസിന് അറിയുണ്ടാവില്ല. സിലബസ് ബേസ്ഡ് ആണ്. 100% സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്.
റീഡബിൾ ആയിട്ടുള്ള ക്ലാസ് നോട്ടാണ്. എന്ന് വെച്ചാൽ പ്രിൻ്റ് എടുക്കാനോ ഡൗൺലോഡ് ചെയ്യാനോ സാധിക്കില്ല. ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള MCQസും PYQസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വീക്കിലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ്റെ ഭാഗമായിട്ട് അതാത് ദിവസങ്ങളിൽ ടെസ്റ്റും അതുപോലെ തന്നെ മോട്ടിവേഷൻ ഗൈഡൻസ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരും. മോഡൽ എക്സാം ഉണ്ടായിരിക്കും. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂൻ്റെ ബേസിൽ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിന് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. കൂടുതൽ വിവരങ്ങളൊക്കെ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 10നും 4നും ഇടയിലായിട്ട് വിളിച്ച് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം കൂടിയും, നമ്മൾ ആപ്പ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മുൻപ് ക്ലാസ് നടത്തിയിരുന്നത് ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ്. ഇത്തവണ നമുക്ക് ആപ്പ് ഉണ്ടല്ലോ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പ് വഴിയാണ് വീഡിയോസ് ആണെങ്കിലും ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? ഒരുപാട് പേർക്ക് അപേക്ഷിക്കാവുന്ന നല്ലൊരു പോസ്റ്റാണ്. വിട്ടുപോകരുത്. പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ അപേക്ഷിക്കുക. പ്രത്യേകം ഓർക്കുക, BSc കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. MSc ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി പഠിച്ചവർക്ക് തീർച്ചയായും അപേക്ഷിക്കാം. ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ചെടുക്കണം. അതില്ലെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾ ലിസ്റ്റിൽ വന്ന് വെരിഫിക്കേഷൻ സമയത്ത് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റഡ് ആവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്തോളൂ. എന്നിട്ട് പിന്നീട് സാവകാശം നിങ്ങൾ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നേടിയെടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിലബസ് എങ്ങനെയായിരിക്കും? നമ്മുടെ പഴയ സിലബസ് അനുസരിച്ച് തന്നെ ആയിരിക്കും. കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. 7 ചാപ്റ്ററാണ് വരുന്നത്. 7 ചാപ്റ്ററിൽ 7 സബ്ജക്റ്റാണ് ഈ 7 ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഫുഡ് ടെക്നോളജി, ദെൻ ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ്, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി വരും. പിന്നെ 6th വണ്ണായി വരുന്നത് മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ലാസ്റ്റ് വൺ അഗ്രികൾച്ചറൽ സയൻസ്. അതായത് പല രീതിയിലുള്ള ആളുകൾക്ക് എഴുതാവുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും കേട്ടോ. 55 പേർക്കാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം അത് ഫിനിഷായി. 3 വർഷമാണല്ലോ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫിനിഷായപ്പോഴാണ് അടുത്തത് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇനി ക്രിയേറ്റ് ചെയ്യുന്ന വേക്കൻസികളാണ്. അത്യാവശ്യം വേക്കൻസി വരും. കാരണം ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്വന്തം സബ്ജക്റ്റിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ള ജോലിനെ അപേക്ഷിച്ച്. പിന്നെ നമുക്ക് ഇപ്പോൾ കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് കെമിസ്ട്രി ഫീൽഡിൽ കിട്ടിക്കഴിഞ്ഞാൽ FSO വേണ്ടാന്ന് വെച്ചിട്ട് പോകാറുണ്ട്. ഇത് ഗസറ്റഡ് ആക്കിയിട്ടില്ല ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ഒക്കെ കൂടി വരും. എങ്ങനെ നോക്കിയാലും ഒരു 10-20ഓളം വേക്കൻസി എന്തായാലും വരും കേട്ടോ. 20ഓളം വേക്കൻസി ഒക്കെ ഉണ്ടാവും. 3 വർഷമുള്ള ലിസ്റ്റ് തീർച്ചയായും ഉണ്ടാവും. പിന്നീട് അത് കൂടി വരും. ഓക്കെ, അങ്ങനെയാണ് കിട്ടിയ ഒരു റിപ്പോർട്ട്. റിട്ടയർമെൻറ്റ് ഉണ്ടാവും, ജോലി മാറി പോകുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ജോലി കിട്ടിയിട്ട് ലീവ് എടുത്തിരിക്കുന്നവരുണ്ട് താല്പര്യമില്ലാതെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസുകൾ കൂടുതലാണ് FSOയ്ക്ക്. അപ്പോൾ തീർച്ചയായും നല്ല വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ഏകദേശ കണക്കാണ് പറയുന്നത് കേട്ടോ. അതിങ്ങനെ കൂടി എന്തായാലും 3 വർഷത്തിനുള്ളിൽ അത്യാവശ്യം നല്ലൊരു വേക്കൻസി വരുന്ന പോസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോസ്റ്റ് കൂടാതെ പുതിയ പോസ്റ്റ് ക്രിയേഷൻസ് ഒക്കെ വന്നിട്ടാണ് ഇത്രയും ആയത്. 55ആയി മാറിയത്. ആദ്യം അവരധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഞാൻ പറഞ്ഞല്ലോ 55 പേർക്കാണ് നിയമനം വന്നിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ലിസ്റ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ. അത്യാവശ്യം സ്റ്റുഡൻസ് ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ പേര് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, BSc കെമിസ്ട്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഇല്ല. അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. MSc ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു FSO എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ ഭംഗിയായി തന്നെ തയ്യാറെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലോണം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.